Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വളരെ ക്വിക്ക് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ കയ്യിലുള്ളത് Oppo F19 ആണ്. അപ്പോൾ Oppo F19 Pro Plus Oppo F19 Pro കഴിഞ്ഞ് വീണ്ടും Oppo ഇറക്കിയ F19 സീരീസിലെ ഏറ്റവും ലോവസ്റ്റ് വേരിയൻ്റ് ആണ് Oppo F19. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ ക്യാമറ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 6GB RAM 128GB സ്റ്റോറേജുമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ് ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല. അപ്പോൾ പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 33 വാട്ട് ഫ്ലാഷ് ചാർജിങ്, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 48 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറയാണ്, AMOLED പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. മിഡ് നൈറ്റ് ബ്ലൂ ആണ് നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ്. സാർ വാല്യൂ നമുക്ക് കാണാം 0.92, ഹെഡ്സ് ആറ്, ബോഡീസ് ആറ് 0.84, 11 വോൾട്ട് 3 ആംപിയർ, അതായത് 33 വാട്ട് ഫ്ലാഷ് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് പ്രോസസ്സറിൻ്റെ കാര്യം പറയുന്നത് ഇതിനകത്ത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 ചിപ്സെറ്റ് ആണ് വരുന്നത്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 662 ആണ് വരുന്നത്. 6GB RAM 128GB സ്റ്റോറേജും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അതേപോലെ തന്നെ കളർ OS 11.1 ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ 60 Hz റിഫ്രഷ് റേറ്റേ ഉള്ളൂ, 90 Hz ഹയർ റിഫ്രഷ് റേറ്റോ ഇവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ വേറൊരു ബോക്സാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്, ഒരു സിം ഇജക്റ്റ് പിന്നും ഒരു കേസും കാണാം. അപ്പോൾ പിന്നെ മാനുവൽ വാറൻറ്റി ഇൻഫർമേഷൻ, സേഫ്റ്റി ഗൈഡും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ട്രിപ്പിൾ സ്ലോട്ട് കാണാം, ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ സാർ വാല്യൂനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സിം ഇജക്റ്റ് പിന്നെ ഒരു കേസാണ് വരുന്നത്. കേസ് ഇല്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കേസാണ്, ക്യാമറയ്ക്കുള്ള കട്ടെല്ലാം കൊടുത്ത ഒരു കേസാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഡിവൈസാണ് Oppo F19 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ബൂട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് കൂടി നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു 33 വാട്ട് അഡാപ്റ്ററാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 വോൾട്ട് 3 ആംപിയർ 33 വാട്ട് ചാർജിങ് ഉള്ള ഒരു അഡാപ്റ്ററാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു USB Type-C കേബിളാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് Type-C കേബിളാണ്. പിന്നെ ഒരു ഇയർഫോണും കൂടെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഇയർഫോണാണ്, കണ്ടില്ലേ, സ്റ്റാൻഡേർഡായ ഒരു നല്ലൊരു ഭംഗിയൊക്കെയുള്ള ഒരു ഇയർഫോണാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി നമുക്കറിയില്ല എങ്കിലും പലരും ബൈ ഡിഫോൾട്ട് ഇയർഫോൺ മേടിക്കുന്നവരുണ്ട്, അവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത് നമുക്കിവിടെ. അതേപോലെ തന്നെ 1080p റെസൊല്യൂഷൻ AMOLED ഡിസ്പ്ലേന് സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം ബെസൽസ് കുറച്ച് അടിയിൽ കുറച്ച് അധികം ഉണ്ട്, എങ്കിലും വളരെ സ്ലിം ഫോം ഫാക്ടറാണ്. ജസ്റ്റ് 7.95 mm തിക്ക് വരുന്നുള്ളൂ. അപ്പോൾ വളരെ സ്ലിം ഫോം ഫാക്ടറാണ്. അതേപോലെ തന്നെ 175 grams ഉള്ളൂ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ബാക്ക് പാനൽ ഉണ്ടല്ലേ, നല്ലൊരു ഗ്ലോസി ഫിനിഷ് ആണ്, പക്ഷേ ഇവിടെ പോളികാർബണേറ്റ് മെറ്റീരിയൽ ആണ്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 48 മെഗാപിക്സൽ പ്രൈമറി സെൻസർ, ഒരു 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും ഒരു 2 മെഗാപിക്സൽ മാക്രോ സെൻസറാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ഇല്ല, അത് പ്രോബ്ലി ഒരു ഡൗൺ സൈഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പോ ബ്രാൻഡിങ് കാണാം, പിന്നെ ഒരു ഡുവൽ കളറിങ് കാണാം. പവർ ബട്ടൺ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ സിം ട്രെയിം വോളിയം കീസുമാണ് വരുന്നത്. താഴെ 3.5 mm ഓഡിയോ ജാക്ക്, USB Type-C പോർട്ടും അതേപോലെ തന്നെ നമുക്ക് സ്പീക്കർ ഗ്രില്ലുമാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് ഡിവൈസിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ ഒരു പഞ്ച് ഹോൾ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 Hz സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സെറ്റിംഗ്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് മോഡ് കാണാം, പിന്നെ ഐ കംഫർട്ട് മോഡ്, കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഇത് AMOLED ഡിസ്പ്ലേ ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയ ഒരു ഓപ്ഷൻസ് ആണ് വരുന്നത് എങ്കിലും. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സർ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 ചിപ്പാണ്. അത് എത്രത്തോളം പ്രൈസ് അനൗൺസ് ചെയ്തില്ല. പ്രൈസ് അനൗൺസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് വേർത്താണോ ഇല്ല എന്നുള്ളത്. എങ്കിലും ഇതിൽ വരുന്നത് 6GB RAM 128GB സ്റ്റോറേജും ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. കളർ OS വേർഷൻ 11.0 ആണ്. പിന്നെ നമുക്ക് കളർ OSൽ നമ്മൾ മുമ്പ് കണ്ട എല്ലാ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. കൺവീനിയൻറ്റ് ടൂൾസ് പോയി കഴിഞ്ഞാൽ ജസ്റ്റേഴ്സ് ഉണ്ട്, നാവിഗേഷനിലെ ഓപ്ഷൻസ് ഉണ്ട്, കസ്റ്റമൈസ് ചെയ്യാനുള്ള സ്ക്രീൻഷോട്ട് ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്, അസിസ്റ്റീവ് ബോർഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്ന ഒരു UI ആണ്. ആക്ച്വലി കളർ OS വളരെ അധികം ഇംപ്രൂവ്ഡ് UI ആണ്. കാരണം ഒരു 2 വർഷം മുമ്പേയുള്ള കളർ OS അല്ല ഇപ്പോൾ വരുന്നത്. ആക്ച്വലി കളർ OS 11 മുതൽ ആക്ച്വലി വളരെയധികം ഇംപ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കളർ OS 11. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യം, ബാറ്ററീൻ്റെ കാര്യം പറയുന്നത് ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് എത്ര സമയം എടുക്കും നമുക്കറിയില്ല, എങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 1 hour ഒക്കെ എടുക്കേണ്ടതാണ്. 1 hour അറൗണ്ട് 70 മിനിറ്റ്സിൻ്റെ അടുത്ത് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം
5000 mAh 33 വാട്ട് ചാർജിങ് നമ്മൾ ഒരുപാട് ഡിവൈസസിൽ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 70 മിനിറ്റ്സ് ഒക്കെ എടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ വേറെ കാര്യം പറയാനുള്ളത് ക്യാമറയാണ്. 48 മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ്, f/1.7 അപ്പേച്ചറാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സൽ മാക്രോ സെൻസറുമാണ്. അപ്പോൾ നമുക്ക് വളരെ ക്യുക്കായിട്ടൊന്ന് ക്യാമറയും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ക്യാമറയിൽ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ റെസൊല്യൂഷൻ നോക്കാം. വീഡിയോ 1080p 30 fps 720p ആണ് വരുന്നത്. ഇത്രയും ഓപ്ഷൻസ് ഉള്ളൂ. പിന്നെ നമുക്ക് 4K സപ്പോർട്ട് ഇല്ല ആക്ച്വലി. ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, മോറ് പോയി കഴിഞ്ഞാൽ സ്ലോ മോഷൻ കാണാം, മാക്രോ കാണാം, അതേപോലെ പ്രോ മോഡ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ വരുന്നത്. നൈറ്റ് മോഡും ഇൻക്ലൂഡാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്വിക്കായിട്ടൊരു ക്യാപ്ചർ നോക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ F19 എടുത്ത ക്യാമറ സാമ്പിൾ. കളർ റിപ്രൊഡക്ഷനൊക്കെ എനിക്കൊന്ന് കുഴപ്പമില്ലാത്തൊരു കളേഴ്സാണ് വരുന്നത്. ഓവറോൾ എനിക്ക് ഒന്ന് കളർ റിപ്രൊഡക്ഷൻ കുഴപ്പമില്ല. ഈ ബ്ലൂ കളറൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ വേർഡിക്റ്റ് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ജസ്റ്റ് ഫോൺ എടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പോ F19 എടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ എനിക്ക് ഇതൊന്ന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്യാമറ സാമ്പിൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും അൾട്രാ വൈഡ് ആംഗിൾ മിസ്സിംഗ് ആണ്. അതൊരു പ്രോബ്ലി ഒരു ഡൗൺ സൈഡാണ്. കാരണം ഇപ്പോൾ എല്ലാ ഫോണിലും അൾട്രാ വൈഡ് ആംഗിൾ ഉണ്ട്, പക്ഷേ ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ മാക്രോ ഉണ്ട്, അതേപോലെ തന്നെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഒരു 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ സെറ്റപ്പ്. ഇനി ഇതിനകത്ത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് എത്രത്തോളം വാല്യൂ ആണ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പ്രൈസിങ് നമുക്ക് അറിയില്ല. പ്രൈസിങ് അനൗൺസ് ചെയ്താലേ നമുക്കറിയുള്ളൂ. പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഒന്നും കൂടെ ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ ഒരു AMOLED ഡിസ്പ്ലേന് വരുന്നത് 60 Hz റിഫ്രഷ് റേറ്റ് ആണ്, 90.8 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്, 409 പിക്സൽസ് പെർ ഇഞ്ചാണ്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 ചിപ്പാണ്, 6GB ഓഫ് റാമും 128GB സ്റ്റോറേജും ആയിരുന്നു. അതേപോലെ തന്നെ Android 11ഉം കളർ OS 11ഉം ആണ് വരുന്നത്. പിന്നെ ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 48+2+2 ആണ് റിയർ ക്യാമറ. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാണ്. പിന്നെ ഡുവൽ സിം കാർഡും. ഇത് 4G ഡിവൈസാണ്, 5G സപ്പോർട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ഹാൻഡ്സ് ഓണുമാണ് ചെയ്തത്. ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ് ഞാൻ പറയാം. ഇതിൻ്റെ ഡിസൈനാണ് ആക്ച്വലി വളരെ സ്ലിം ഫോം ഫാക്ടറാണ്. 179 ഗ്രാംസ് ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ലെസ് ദാൻ 8 mm തിക്ക് ഉള്ളൂ. അപ്പോൾ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ. പിന്നെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ തന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും ഇൻക്ലൂഡാണ്. ക്യാമറയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ക്യാമറ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്കൊരു വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രൈസ് അറിയാൻ നമുക്ക് വേർഡിക്റ്റ് പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പോ F19ൻ്റെ സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും ക്യാമറ സാമ്പിൾസും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.